എടി നീ വെറുതെ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുവോ? എടി ഞങ്ങൾ ഫ്രണ്ട്സ്, നിനക്ക് അറിയാവുന്നതല്ലേ? തെറ്റിദ്ധാരണ എനിക്ക്. നിങ്ങൾ ഇതിനു മുമ്പ് അയച്ച മെസ്സേജ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഫ്രണ്ട്സ് ഇങ്ങനെ മെസ്സേജ് അയക്കാ? എനിക്കുണ്ട് ഫ്രണ്ട്സ്. നീ എന്താ പറയുന്നത്? ഏത് മെസ്സേജ്? അരുൺ, നീ കൂടുതൽ കള്ളം പറയാൻ ശ്രമിക്കരുത്. നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോ. ഞാൻ എൻ്റെ വീട്ടിൽ പോവാ. എടി എടി ഒന്ന് മനസ്സിലാക്കടി എന്നെ. അരുൺ, നീ നിർത്തിക്കോ. ഹലോ സ്നേഹ, എനിക്കൊന്ന് നേരിട്ട് കാണണം. കുറച്ച് സംസാരിക്കാനുണ്ട്. അരുൺ സൂയിസൈഡ് ചെയ്യാനുള്ള റീസൺ ഞാനാ. നിനക്കറിയാലോ, ഞങ്ങൾ ചെറുപ്പം മുതൽ ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. പ്രേമൊന്നും ഞങ്ങളുടെ രണ്ടുപേരും മനസ്സിലില്ലായിരുന്നു, പ്രത്യേകിച്ച് അവൻ്റെ. പക്ഷെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അവൻ നിന്നെ കെയർ ചെയ്യണം കണ്ടപ്പോഴും നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം കണ്ടപ്പോഴും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കരുതിയത് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടായിരിക്കുന്ന. പക്ഷെ പിന്നെ അവനെനിക്ക് തരുന്ന ടൈമൊക്കെ കുറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവനെ വല്ലാതെ മിസ് ചെയ്യാൻ തുടങ്ങി. അവിടുന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നത് അവനെനിക്ക് എന്തായിരുന്നു. അതിനുശേഷം എനിക്ക് എങ്ങനെയെങ്കിലും അവനെ തിരിച്ചു വേണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിലൻ എന്തൊക്കെയാ പറയുന്നേ? നിനക്ക് ഓർമ്മയുണ്ടോ അവൻ്റെ ഫോണിലേക്ക് ഞാൻ അയച്ച മെസ്സേജ്? ബാംഗ്ലൂർ ഗേഡ്, എന്താണ് മോളെ നീ ബാംഗ്ലൂർ പോയപ്പോ ഡ്രസ്സിന്റെ ഇറക്കൊക്കെ വല്ലാണ്ട് കുറഞ്ഞല്ലോ. ഓ, ഞാൻ പിന്നെ നാട്ടിൽ പട്ടുപാവാടി സാരിയൊക്കെയാണല്ലോ എടുത്തോളൂ. മൊത്തത്തിലൊരു കള്ളിന്റെ സ്മെല്ലാണ് പിന്നെ. എന്താണ് ഫുൾ അടിയായിരുന്നല്ലേ നീ? പിന്നെ നീ ഡീസന്റ് ആണെന്ന് എനിക്കറിയാമല്ലോ, അവന്റെ അറിയാത്തൊന്നും അല്ലല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട്? എടാ, നമ്മുടെ മറ്റേ കിഷോർ ഇല്ലേ, അവനെ ഞാൻ ട്രെയിനിൽ വെച്ച് കണ്ടിരുന്നു. അവന്റെ കോൺടാക്ട് ഉണ്ടെങ്കിൽ കിഷോർ? എടാ, നമ്മൾ 10th പഠിച്ചില്ലേ? ഓ അവൻ. അവന്റെ കോൺടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ എന്റെ ഗ്രൂപ്പിലുണ്ട്. അയ്യോ, ഫോൺ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, സ്നേഹയുടെ അവള് ഹാൻഡിൽ ചെയ്തോളൂ. ഞാൻ വീട്ടിൽ ചെന്ന് തയ്ച്ചുതരാം. മോനെ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോഴത്തേക്കും ഭാര്യ എത്ര വിശ്വാസം. ഒരു നാണൊക്കെ. എന്നാ പിന്നെ പോട്ടെ. ഭയങ്കര ധൃതിയാണല്ലോ ഇപ്പൊ. ഒന്ന് പോടി. അല്ല, നിന്നെ എവിടെ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട വേണ്ട, വേഗം പോ. പോട്ടെ. എടാ, അല്ലെങ്കിൽ എന്നെ ഒന്ന് റൂമിലാക്കി തരുമോ? അതല്ലേ ഞാൻ ചോദിച്ചേ. വാ. ആർക്കാണ് ഇത്ര മെസ്സേജ്? അതെന്റെ ബാംഗ്ലൂരിലത്തെ പുതിയ ബോയ് ഫ്രണ്ടാ, നീ അറിയണ്ട കേട്ടോ. ഓ ആകാലോ. ഇറങ്ങ, ഇനി വീട്ടിൽ പോയിട്ട് മെസ്സേജ് അയച്ചോ. ഓ മോൻ ചെന്ന് ശേഖരെ കാണും. ഓ ബൈ. എടി പിന്നെ ആ, നാളെ സ്നേഹയുടെ ബർത്ത്ഡേയാ. നീ പറ്റുവാണെങ്കിൽ വീട്ടിലോട്ട് വാ. വലിയ പരിപാടിയൊന്നും ഇല്ല, ഫുഡ് അടിക്കാം. ഓക്കെ. അടിപൊളിയായിരുന്നു. എത്ര ലേറ്റ്? ലേറ്റോ? ഓ, ഞാൻ മിലനെ വീട്ടിൽ വിട്ടിട്ടാ വന്നേ. അല്ല, നിനക്ക് എന്ത് പറ്റി? എൻ്റെ മുഖം എന്ത് ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ കിടക്കുവാണ്, നല്ല ക്ഷീണമുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. ഏയ് കുറച്ച്. ഓ മോതിരോ? അമ്പോ, എടാ എത്ര കൊല്ലായിട്ട് നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട്. എനിക്കൊരു മോതിരം എടുത്തു തന്നിട്ടുണ്ടോ? പോട്ടെ, ഒരു മൂക്കുത്തി എടുത്തു തന്നിട്ടുണ്ടോടാ? നല്ല ഒരെണ്ണം ഉണ്ടല്ലോ അവിടെ. നീ എടുത്തു തന്നിട്ടുണ്ടോന്ന്? അരുൺ, ഇത് പനിയൊന്നുമല്ല, ഇന്നലെ
മഴ നനഞ്ഞതായിട്ട് പോയി കിടന്നോ? ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്കൊരു ചായ കുടിച്ചാൽ മതി. പ്രത്യേകിച്ച് മൂന്നാർ വരെ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോയി ചായ കുടിക്കാന്നുണ്ടെങ്കിൽ സെറ്റ് ആണ് അല്ലടാ. ഇനിയിപ്പൊ പനി ആവുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പ് ഉണ്ടാക്കി കൊടുത്താൽ മതി. അത് നല്ല കോണൊക്കെ ഇട്ടിട്ട് നല്ല കിടിലുള്ള സൂപ്പ്. ഒരിടയ്ക്ക് പിശാശം എന്റെ വീട്ടിൽ തന്നെയായിരുന്നു. പനി വന്നു കഴിഞ്ഞാൽ അപ്പം വരും എപ്പോഴും സൂപ്പ് കുടിക്കാൻ വേണ്ടി. ശല്യം. അയ്യൊക്കെ കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കും. നിനക്കതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ടോന്ന് എനിക്ക് വയ്യാണ്ടായിട്ട് നിനക്ക് സൂപ്പ് ഉണ്ടാക്കി തന്നിട്ട്. അല്ല സ്നേഹിതൊന്നും അറിയില്ലേ? നീ ഒന്നും പറഞ്ഞു കൊടുത്തില്ലടാ. നിന്റെ ഇഷ്ടങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? അയ്യോ നിങ്ങളുടെ ഇടയിൽ ഞാനൊരു കട്ടറുമ്പാവുന്നില്ല. എന്നിട്ട് നല്ല ദിവസമൊക്കെ അല്ലേ? നിങ്ങൾ നവമിതരങ്ങൾ സംസാരിച്ചിരിക്കും. ഞാനൊരു ശല്യാവുന്നില്ല. സോറിയാ. ഡ്രോപ്പ് ചെയ്യണോ? വേണ്ടടാ. ഭാവല്ലേ ഇത്ര പേഴ്സണൽ കാര്യം പോലും നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. പേഴ്സണൽ കാര്യം എന്ത്? ഈ സൂപ്പ് ഉണ്ടാക്കി തരുന്നേ എന്ത് പണി? ഞാൻ കിടക്കുവാണേ. നീ എന്തായാലും നന്നായിട്ട് റെസ്റ്റ് എടുക്കട്ടോ. ഞാനിവിടെ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഫുഡൊന്നും കഴിക്കാണ്ടിരിക്കരുത്. ഒക്കെ ഞാൻ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. മെഡിസിൻ കഴിക്കണേ. ഓക്കെ ശരി. ആ സുജിത്ത് തന്നെ ചീറ്റ് ചെയ്യായിരുന്നു. എന്നെ ആവശ്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്യായിരുന്നു. I feel like a slut. നിനക്കതൊക്കെ തോന്നിയായിരിക്കും. എടി എടി സ്നേഹ വേണമെങ്കിൽ അവളുടെ വീട്ടിലോട്ട് പോയി. ഞാൻ എത്ര വേണ്ടിട്ട് അവൾക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ കാര്യം പറഞ്ഞ് അവൾ നല്ല വഴക്കാക്കിയെന്ന്. എടി എനിക്ക് അവളില്ലാതെ പറ്റത്തില്ലെന്ന് നിനക്കറിയാമല്ലോ. നീ ഒന്ന് വിളിച്ച് സംസാരിക്കാം അവളോട്. ആടാ ഞാൻ സംസാരിക്കാം. എനിക്കിനി എന്താ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല. എടാ നീ ടെൻഷൻ അടിക്കാതിരിക്കേ. ഞാൻ കാരണം ഉണ്ടായ പ്രശ്നമല്ലേ, ഞാൻ സംസാരിച്ചോളാം. പറയടാ. നിന്റെ സൗണ്ട് എന്താ വല്ലാതിരിക്കുന്നേ? എടി സ്നേഹ വക്കീൽ നോട്ടീസ് അയച്ച് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു. ഞാൻ എന്താ ചെയ്യണ്ടേ? ഇവളെ നിന്നെ ഇത്രയും കിടന്ന് റിയാക്ട് ചെയ്യുന്നേ? അതിന് മാത്രം ഒന്നും ഇവിടെ ഉണ്ടായില്ലല്ലോ. എടാ നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് അവൾക്ക് നന്നായി അറിയന്താ. ഇത്രയ്ക്ക് റിയാക്ട് ചെയ്യണമെന്നൊന്നും ഞാൻ കാണുന്നില്ല. അല്ലെങ്കിൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അവൾക്ക് വേറെ എന്തോ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. ഇതിപ്പോൾ അവൾക്കൊരു റീസൺ കിട്ടി, അവൾ കളയാൻ നോക്കുന്നു, അത്രേ ഉള്ളൂ. നിന്നെ വേണ്ട, അത് തന്നെയാണ് എനിക്ക് മനസ്സിലായത്. നീ ഇത്ര പാവാവരുത് തരുണേ. കുറച്ചൊക്കെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പഠിക്കണം. അവൾക്ക് വേണ്ടെങ്കിൽ വേണ്ടാന്ന് നോക്കി. സോറി. Ha ha ha.